ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഒരു 400 പോയിന്റ് പ്ലസ് ഗ്യാപ്പ് ഡൗൺ ഇട്ടിട്ടായിരുന്നു നിഫ്റ്റി വന്നായിരുന്നു. പിന്നെ നമുക്ക് സിയിലേക്കാണെങ്കിലും പിയിലേക്കാണെങ്കിലും വലിയ വലിയ എൻട്രികളൊന്നും പിന്നെ വന്നിട്ടില്ലേ. ഒരു 11:30 വരെയൊക്കെ നോക്കിയിട്ടായിരുന്നു. വലിയ എൻട്രി കിട്ടാത്തതുകൊണ്ട് പിന്നെ ക്ലോസ് ചെയ്തത് കേട്ടോ. അപ്പം ഇന്ന് എൻട്രികളൊന്നും കിട്ടിയിട്ടില്ല. അതാണ് ടോട്ടൽ പറയാനുള്ളത്. പിന്നെയും പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഓൾറെഡി ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു. അതിൻ്റെ തിങ്കൾ ചൊവ്വ ബുധൻ അത്രയും ദിവസം കൺസോൾട്ടേഷൻ കഴിഞ്ഞ് വ്യാഴാഴ്ച നമുക്കൊരു ബ്രേക്ക് ഔട്ട് PE അടിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ കണ്ടിന്യൂ ആയിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് പിന്നെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സപ്പോർട്ടിൻ്റെ മുകളിലൊക്കെയാണ് നിൽക്കുന്നത്, റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അടുത്ത ആഴ്ചയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ റണ്ണുകൾ സിയിലേക്കാണെങ്കിലും പിയിലേക്കാണെങ്കിലും ഉണ്ടാവും. കൺസോൾട്ടേഷൻസ് കുറവാണ് സാധ്യത. കൺസോൾട്ടേഷൻ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ റണ്ണ് കിട്ടാനാണ് സാധ്യത. ഇന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SL പോകാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഇന്ന് നിഫ്റ്റി ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സെല്ലിംഗ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കാണാൻ കുറേ സെല്ലേഴ്സ് ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് കുറേ ഉണ്ടാവും. PE സൈഡിൽ സെല്ല് ചെയ്തിട്ടാണ് ഇഷ്ടംപോലെ സെല്ലേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ ഇന്ന് ഹ്യൂജ് ലോസ് ഉണ്ടാവും രാവിലെ തന്നെ. പിന്നെ അവിടെ വേറെ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവില്ല. ഇന്ന് മാർക്കറ്റിൽ ബൈയിങ് പ്രഷറും ഇല്ല, സെല്ലിംഗ് പ്രഷറും ഇല്ല. ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ് മാർക്കറ്റ്. ഇതൊക്കെ ഒന്ന് ഇപ്പോൾ ഇത്ര നേരം കണ്ടേക്കണത് ആ ഒരു ലോസ് നിഫ്റ്റി ഒന്ന് റിക്കവർ ആക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അടിയിലേക്ക് വരില്ല എന്നല്ല, നല്ല രീതിക്ക് അടിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഓട്ടോമാറ്റിക്കലി സൈഡിലെ സെല്ലേഴ്സ് പുഷ് ചെയ്ത് കയറും. ആ ടൈമിൽ PE സൈഡിലേക്ക് നല്ലൊരു പുഷ് പ്രീമിയം കൊണ്ടുവരാൻ പറ്റും. അവർക്ക് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. സെല്ലേഴ്സ് ആംഗിളിൽ ചിന്തിക്കുമ്പോൾ, ബയ്യേഴ്സ് ആംഗിളിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് PE സൈഡാണ് സേഫ് ഓപ്ഷൻ. ബയ്യർക്കും PE സൈഡാണ് ഇപ്പോഴത്തെ കാര്യത്തിൽ സേഫ്. ഇനിയൊരു ഫർദർ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം വരുന്നുണ്ടെങ്കിൽ മാത്രം സിയിലേക്ക് പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. രാവിലെ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന മെസ്സേജ് ഇത് തന്നെയാണ്. PE സൈഡാണ് നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. സൈഡ് റിസ്ക് ആണ്, വീട്ടിലോട്ടൊക്കെ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കിന്ന് ക്രൂഡ് ഓയിലിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സിയിലേക്ക് നമുക്ക് ഇതിലൊരു ഫുൾ ടാർഗറ്റ് വന്നതാ ക്രൂഡ് ഓയിലിൽ. അത് ഹോൾഡിൽ നിൽക്കണവർക്ക് ഇന്ന് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ തന്നെ 19,000 പ്രോഫിറ്റാണ്. 350 പോയിന്റ് ഗ്യാപ്പ് അപ്പാണ് ക്രൂഡ് ഓയിൽ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് ഒരു സിയിലേക്കായിരുന്നു. അത് 50 പോയിന്റ് ടാർഗറ്റ് അടിച്ച് നമ്മൾ സൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോൾഡിങ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസുകൾ വരാൻ സാധ്യതകൾ ഇഷ്ടംപോലെയാണ്. അപ്പോൾ ഹോൾഡൊന്നും ചെയ്യണ്ട. ഇപ്പോൾ ഈ വരുന്ന പൊസിഷൻസ് ഈ വന്ന 350 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ബേസ്ഡാണ്. ന്യൂസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ക്രൂഡ് ഓയിൽ എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വഴിക്ക് തന്നെ പൊക്കോളും. വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല ക്രൂഡ് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്യണവർക്ക് വേണമെങ്കിൽ ചെയ്ത് പോകാന്നുള്ളൂ കേട്ടോ. ക്രൂഡ് ഓയിൽ അല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ നിൽക്കരുത്. ന്യൂസുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ വാറ് പോലത്തെ ന്യൂസുകൾ, വാറൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കൂടും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ പ്രൈസും കൂടും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സംഭവിക്കണ കാര്യം എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ ഇൻവെൻട്രി മൂവ്മെൻറ്റ് നടക്കില്ല. ആ ടൈമിലാണ് പ്രൈസ് കൂടുന്നത്. വാറുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടുന്നതാണ് ക്രൂഡ് ഓയിലിന്. അതേപോലെ തന്നെ കുറയും ചെയ്യും കേട്ടോ. ഇതൊക്കെ സ്റ്റേബിൾ ആകുമ്പോൾ കുറഞ്ഞു വരും. അപ്പോഴും എൻട്രി ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥ ക്രൂഡ് ഓയിലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം വളരെ കൂടുതലാണ്. 16-ാം തീയതിയാണ് എക്സ്പയറി ക്രൂഡ് ഓയിലിൻ്റെ. മെയിൻ പ്രശ്നം അതാണ്. 16-ാം തീയതി എക്സ്പയറി ഉള്ള ക്രൂഡ് ഓയിലിന് ഇപ്പോൾ അറ്റ മണിക്ക് 150 രൂപയുടെ മുകളിൽ കൊടുക്കണം. നിങ്ങൾ ഒരു 150-200 രൂപയൊക്കെ അടുപ്പിച്ചാണ് ഒരു അറ്റ മണി ക്രൂഡ് ഓയിലിൻ്റെ വില. അപ്പോൾ ഹൈ പ്രീമിയം ആണ്. ഇതൊക്കെ ഈസി ആയിട്ട് മെൽറ്റായി പോകാനും പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അടുത്ത 2 ദിവസത്തിൽ ഇത് നല്ല രീതിക്ക് മെൽറ്റാവും. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്രൂഡ് ഓയിലിനെ കിട്ടേണ്ട ഒരു റേറ്റ് അല്ല ഇപ്പോഴത്തെ അറ്റ് മണി പ്രൈസ് ക്രൂഡ് ഓയിലിൻ്റെ. അപ്പോൾ അവിടെ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് SL പോകാൻ നല്ല ഹൈ എൻഡ് ചാൻസ് ആണ്. ഒരു ക്യാൻഡലിൽ നിഫ്റ്റിയിൽ പോണ പോലെ ഇവിടെയും പോകും SL. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കുക. നിങ്ങൾ ട്രേഡ് എടുത്തോണ്ട് പ്രശ്നമൊന്നുമില്ല. പ്രോഫിറ്റുകളൊക്കെ കിട്ടാൻ അതേപോലെ സെയിം ചാൻസ് തന്നെയാണ്. ഈക്വൽ ചാൻസാണ്. SL പോകാനും ഈക്വൽ ചാൻസാണ്. പ്രോഫിറ്റ് നല്ല രീതിക്ക് കിട്ടാനും ഈക്വൽ ചാൻസാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ട് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഫ്രീ ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾ ആഡ് ആക്കുന്നതായിരിക്കും. എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ബിറ്റ് കോയിൻ, എത്തേറിയം ഇതൊക്കെ ഇതിൻ്റെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളിൽ ആരെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ട്രേഡർ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ടെലിഗ്രാമിൽ ഡീം ചെയ്ത് വെച്ചാൽ മതി, ഞാൻ ആ വീഡിയോ സെൻഡ് ചെയ്ത് തരാം. നമുക്കൊന്നും അതിന് മാത്രം ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ മണി പോയാൽ മതി. ഇൻ ദ മണി പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മൂവ്മെൻ്റ് ആണെങ്കിലും ഹൈ എൻഡ് പ്രോഫിറ്റ് കിട്ടും. അത് ഇൻ ദ മണിയിലത്തെ ഒരു സംഭവമാണ്. പിന്നെ അത്രയും എമൗണ്ട് വേണം, അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാണ്ടിരുന്നത്. പിന്നെ PE ആയിരുന്നു മെയിനായിട്ട് നോക്കണ്ടായിരുന്നു. പിന്നെ അതുമാണ് ഒരു പ്രശ്നം. CE നോക്കുമ്പോൾ നമുക്ക് SLകൾ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ PE തന്നെയായിരുന്നു മുമ്പിൽ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ PEയിലേക്കൊന്നും എൻട്രി വരാത്തതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ റിവ്യൂലേക്ക് ഉദ്ദേശിക്കുക. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്, ചെറിയ അനാലിസിസ് ഉള്ളൂ, ചെറിയ ടോപ്പിക്കുകളൊന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഇനി തിങ്കളാഴ്ചയാണ് അടുത്ത ട്രേഡ് ഉണ്ടായുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.